നമസ്കാരം. നമ്മുടെ രണ്ട് മന്ത്രിമാരെ നമുക്ക് ഓർക്കാം ക്യാബിനറ്റിലെ. ആരൊക്കെയാണെന്ന് അറിയാമോ? ഒന്ന് രാജേന്ദ്ര പ്രസാദും രണ്ടാമത്തത് ശ്യാമ പ്രസാദ് മുഖർജിയും. എങ്ങനെ ഓർക്കാം? രാജേന്ദ്ര പ്രസാദ് എന്നുള്ള പേര് കാണുമ്പോഴത്തേക്ക് നിങ്ങൾ പ്രസാദ് എന്ന് പറഞ്ഞ വാക്കെടുക്കുക. ശ്യാമപ്രസാദ് പേര് കാണുമ്പോഴത്തേക്ക് പ്രസാദ് എന്ന വാക്കെടുക്കുക. കോമൺ ആയിട്ട് പ്രസാദ് കണ്ടുകൂടെ? പ്രസാദ്. ഈ പ്രസാദിലെ പി നിങ്ങൾ എന്ത് കണക്ട് ചെയ്യുക? സെക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ കണക്ട് ചെയ്യുക. സെക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ. ഓക്കെ, ഏതൊക്കെയാണ്? പ്രൈമറി, സെക്കൻഡറി, ടെറിഷറി വെച്ച് പഠിക്കാൻ പറ്റുള്ളൂ. ഞാൻ പറഞ്ഞുതരാം. പ്രൈമറി എന്ന് പറഞ്ഞാൽ ഏതാ? കാർഷിക മേഖലയല്ലേ? കൃഷി എന്തിനാ? ആഹാരത്തിന് വേണ്ടിയല്ലേ? ഫുഡിന് വേണ്ടിയല്ലേ? സോ ഫുഡ് ആൻഡ് അഗ്രികൾച്ചർ സെക്ടർ എന്ന് പറയുന്ന മിനിസ്റ്റർ ആരാണ്? ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആണ്. ഓക്കെ, ആ പ്രസാദ് എന്ന് പറഞ്ഞ വാക്ക് കണ്ട് എന്ത് ഓർത്തോണം? പ്രൈമറി ആണെന്ന് ഓർത്തോണം. രണ്ടാമത്തെയാണ് ശ്യാമ പ്രസാദ് മുഖർജി. ശ്യാമ പ്രസാദ് മുഖർജി വാക്കിനകത്ത് നിങ്ങൾ എസ് കാണുക. ശ്യാമ പ്രസാദ് എന്ന് പറഞ്ഞാൽ ശ്യാമ എന്ന് പറഞ്ഞ ആ വാക്കിനകത്ത് എസ് കാണാൻ പറ്റൂലേ? എസ് ഫോർ സെക്കൻഡറി ആണ്. സെക്കൻഡറി. സോ ഇൻഡസ്ട്രീസ് ആൻഡ് സപ്ലൈസ്. ഉത്പാദനം മാത്രം പോരാ, നമുക്ക് എന്ത് ചെയ്യണം? അത് വിതരണം കൂടി ചെയ്യണം. വിൽക്കുക അല്ലെങ്കിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ അത് സർവീസ് മേഖലയാണല്ലോ, അപ്പൊ വിതരണം ചെയ്യണം. അപ്പൊ സപ്ലൈസും കൂടെ വേണ്ടേ? സോ ഇൻഡസ്ട്രിയുടെയും സപ്ലൈസിന്റെ മിനിസ്റ്റർ ആര് തന്നെയാണ്? ശ്യാമ പ്രസാദ് മുഖർജിയാണ്. അതേസമയത്ത് രാജേന്ദ്ര പ്രസാദ് ആണെങ്കിലോ പ്രൈമറി മേഖലയാണ്. അതായത് കൃഷിയുടെയും ഫുഡിന്റെയും മിനിസ്റ്റർ ആണ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് എന്ന് പറയുന്നത്.